ലെൻസ് കാർട്ടിലെ സംഭവ വികാസങ്ങൾ അവരെ ഒരു ഇസ്ലാമിക ഫണ്ടിങ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഫണ്ടിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും അവിടെ ഒരു ഇസ്ലാമിക് കടയായിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയണം. ഇപ്പോൾ TCS നാസിക്കിൽ നടന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. കാരണം അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സിന്ദൂരം തൊടാൻ പാടില്ല. പെൺകുട്ടികളാണെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളും പൊട്ടൊക്കെ തൊട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഹിജാബ് ധരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രത്യേക ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ സെക്യുലറിസത്തിനെ വേറൊരു തരത്തിൽ നിർവചിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏത് കടയിലാണെങ്കിലും നമ്മളുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരാനും മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചു വരാനുള്ള അവകാശം ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളപ്പോൾ ഒരു മതവിഭാഗത്തും ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചു മാത്രമേ അവിടെ ജോലി ചെയ്യണമെങ്കിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് നിയമസംഹിതയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി തന്നെ കാണേണ്ടി വരും. അതിന് തക്കതായ നിയമ നടപടികൾ ഈ ലെൻസ് കാർട്ട് എന്ന സ്ഥാപനത്തിനെതിരെ എടുക്കേണ്ടതുമാണ്. ഈ പീയൂഷ് ബൻസലിന്റെ പിന്നിൽ പല ദുരൂഹതയും ഉണ്ടോ? ദുരൂഹത എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ അതായത് ഇന്ത്യ എന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും നല്ലവണ്ണം സ്നേഹത്തോടും സാഹോദര്യത്തോടും താമസിക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ സെക്യുലറിസം തകർക്കുവാനുള്ള ശ്രമമാണ് ലെൻസ് കാർട്ട് അല്ലെങ്കിൽ TCS നടക്കുന്ന സംഭവങ്ങൾ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ നിധി മിട്ടൽ പൊതുവെ ഒരു റൈറ്റ് വിങ് ഐഡിയോളജികളെയൊക്കെ വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നല്ലോ ഈ പീയൂഷ് ബൻസാലിന്റെ വൈഫ്. അപ്പോൾ അതുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടാൻ കഴിയുമോ? അപ്പോൾ പൊതുവെ ഒരു BJP വിരുദ്ധ നിലപാടൊക്കെ എടുത്തിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു നിധി മിട്ടൽ. നോക്കൂ, BJP വിരുദ്ധ നിലപാടും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പാർസികളും ബുദ്ധിസ്റ്റുകളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ BJP വിരുദ്ധം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണെന്ന് പറയുന്ന അതേ നാക്കുവെച്ച് ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ്, ഹിന്ദു പാർട്ടിയാണ് എന്ന് പറയുന്നതിൽ എന്താണ് സാങ്കത്യം എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ പ്രശ്നമേ അല്ല. പാർട്ടികളെ ഇതിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെടുക്കുന്ന മനസ്സിലെ നിലപാടുകളാണ് ഇവിടെ കാണിക്കുന്നത്. എന്തിനാണ് വസ്ത്രം വച്ചിട്ട് ഇങ്ങനെ ഒരു വിവേചനം? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഈ ഹിജാബോ അല്ലെങ്കിൽ പർദ്ദയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. വസ്ത്രങ്ങളുടെ പേരിൽ ഒരു വിവേചനം ഉണ്ടായിട്ടില്ല. വർണ്ണ വിവേചനമുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. പക്ഷേ വസ്ത്ര വിവേചനമായി മാറുന്നു അത് ഇന്ത്യയിൽ വരുമ്പോൾ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. BJPയുടെ വനിതാ നേതാവായിട്ടുള്ള നാസി ഇലാഹി ഖാനൊക്കെ അവിടെ സന്ദർശിച്ചിരുന്നു. അവര് സിന്ദൂരം തൊട്ടൊക്കെയാണ് പ്രതിഷേധിച്ചത്. അതെ, ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. വളരെ ശക്തമായിട്ട് അവർ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഒരു പുരുഷനോടും ഒരു സ്ത്രീയോടും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ മിനിസ്ട്രി ഉള്ളപ്പോൾ, സെൻട്രൽ ഗവൺമെന്റ് ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നടപടികൾ ഉണ്ടാകും. അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും. BJPയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രത്യേകം പറയട്ടെ. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ BJP പ്രവർത്തകരുമല്ല എന്നും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ജോലിയിടങ്ങളിൽ പണിയെടുക്കുവാനുള്ള ഒരു അവകാശം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അത് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിരിക്കും. ലെൻസ് കാർട്ടിനെതിരെ ബോയ്ക്കോട്ടോ അങ്ങനെയുള്ള ക്യാമ്പയിനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് പാർട്ടി തീരുമാനമെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയിൽ എല്ലാ മതസ്ഥരുമുണ്ട്. അതുകൊണ്ട് പാർട്ടിക്ക് എന്നുള്ള നിലയിൽ പാർട്ടി അതിനെ എടുക്കുകയാണെങ്കിൽ അതൊരു നയമായിട്ട് ഞാൻ അത് കാണുന്നില്ല. കാരണം അത് നിയമപരമായി പോകേണ്ട കാര്യമാണെന്ന് തന്നെയായിരിക്കും. ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നിയമപരമായി തന്നെ പോകേണ്ട കാര്യമാണ്, നിയമപരമായി തന്നെ നേരിടേണ്ട കാര്യമാണ്. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സെക്യുലർ രാജ്യമാണ് ഇന്ത്യ. എല്ലാവർക്കും ഒരേ അവകാശത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്.
നിങ്ങൾ ഈ പാർട്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അവിടെ BJP-ക്കാർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്നാണോ അതുകൊണ്ട് സാങ്കത്യമാക്കുന്നത്? വേറെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ പണിയെടുക്കുന്ന ഇടമല്ലേ ലെൻസ് കാർട്ട്? നിങ്ങൾ എന്താണ് ഇതിലേക്ക് കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നത്? BJP എന്ന് പറഞ്ഞത് അതിനൊരു അർത്ഥം കൂടിയുണ്ട്. സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ BJP മാത്രമേ അഡ്രസ് ചെയ്യുകയുള്ളൂ എന്നും കൂടി നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടേ? താങ്കളുടെ ചോദ്യത്തിന്റെ മറ്റു വശം നോക്കുകയാണെങ്കിൽ ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ, BJP മാത്രമേ സ്ത്രീകൾക്ക് ഒരു സുരക്ഷ കൊടുക്കുന്നുള്ളൂ. സ്വന്തം മതത്തിൽ വിശ്വസിച്ച് പണിയെടുക്കാനുള്ള അവസരം BJP വിശ്വസിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ? അല്ല, BJP അല്ലാതെ മറ്റേ പാർട്ടികളൊന്നും തന്നെ പ്രതിഷേധവുമായിട്ടൊന്നും രംഗത്തെത്തിയില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ജോലിയിടങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ജോലി എടുക്കണമെങ്കിൽ, അത് ഉറപ്പാക്കണമെങ്കിൽ BJP പാർട്ടിക്കാർ മാത്രമേ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുള്ളൂ. ഈ വിക്ടിംസിനോട് ചേർന്ന് നിന്ന് അവരോടൊപ്പം പ്രവർത്തിക്കുന്നുള്ളൂ എന്ന കൂടെ നമുക്ക് അതിൽ നിന്ന് വിവക്ഷയുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് അരങ്ങേറിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ വ്യാപകമായിട്ട് പല മേഖലകളിലേക്കും ഇങ്ങനെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെതായ വഴിയിൽ കൂടെ പോകും. നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യില്ല. നിയമത്തിന്റെ വഴിയിൽ കൂടെ അത് പോകും. ആ സ്ത്രീകൾക്ക്, ആ പെൺകുട്ടികൾക്ക്, ആ യുവാക്കൾക്ക് ജോലിയിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കും എന്ന കാര്യം നമുക്ക് തീർച്ചയായിട്ടും കരുതാം. ഇതിപ്പോ പല മേഖലകളിലാണ് നമ്മളിപ്പോ ഇവരുടെ കടന്നുകയറ്റം കാണുന്നത്, ഇത്തരം തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കാണുന്നത്. അപ്പൊ വിവക്ഷയാക്കിയത് ഇവരുടെ കടന്നുകയറ്റം എന്നുള്ളത് പറയൂ, നല്ല ധൈര്യത്തോടെ പറയൂ. ആരുടെ കടന്നുകയറ്റം? ഇസ്ലാമിസ്റ്റുകളുടെ കടന്നുകയറ്റം. അതെ, അത് തന്നെയാണ് പറയുന്നത്. യൂണിഫോം കോഡ് ഓഫ് കണ്ടക്ട് നമുക്ക് വേണമെന്ന്. ശരിയല്ലേ? ഇപ്പൊ താങ്കൾക്ക് എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു 10-15 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ മുസ്ലിം വേഷം ധരിക്കുന്ന ആൾക്കാര്. അതിനു മുമ്പ് ഖുറാനിലും മറ്റേ ഇവർ പറയുന്ന അവരുടെ വേദപുസ്തകങ്ങളിലൊന്നും തന്നെ ഈ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ അവർക്ക് താല്പര്യപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള അവസരം നൽകുമ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾ പുറകിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 40-45 കൊല്ലം മുമ്പ് ഉള്ള ഒരു സൗകര്യം ഇപ്പോഴില്ല എന്ന് പറയുകയാണ്. ഈ ചൂട് ക്ലൈമറ്റിൽ ഈ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ്. അവർ പറയുന്ന ഓരോ നക്കിൾസിലും ഇവരുടെ എക്സ്പോസ് അല്ലാത്തത് കാരണം ബോൺസിലൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. കറുത്ത വസ്ത്രമാവുമ്പോൾ ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത്. ചൂടല്ലേ? നമ്മള് ഇത് മെഡിക്കലി നോക്കുകയാണെങ്കിൽ പോലും ഈ വസ്ത്രവിധാനം നമ്മളുടെ ക്ലൈമറ്റിന് ചേരുന്നില്ല. കറുപ്പിന് പകരം അവർ വേണമെങ്കിൽ വേറൊരു കളർ ഇടട്ടെ. അടി മുതൽ മുടിയോളം പൊതിയണമെന്ന് മാത്രമല്ലേ ഉള്ളൂ, മറയ്ക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതും കൂടെ ഒന്ന് ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് കറുപ്പ്? നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ചേരുന്നതാണോ ഈ കറുപ്പ്?